ശ്രീ എം.കെ. മുനീർ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ ദർശനം യോഗത്തെ നമ്മൾ കാണേണ്ടത് ഇത്രയും ജനകീയനായിട്ടുള്ള, ജനങ്ങളെ ഏറെ ഇഷ്ടപ്പെട്ട, ജനങ്ങൾ തിരിച്ചും ഇഷ്ടപ്പെട്ട ഇതുപോലെ ഒരു നേതാവിനെ നമുക്ക് വേറെ കാണാനില്ല. അദ്ദേഹം എല്ലാ സമയവും ജനങ്ങളുടെ ഇടയിലായിരുന്നു. ജനങ്ങളിൽ നിന്ന് വേറിട്ട ഒരു ഉമ്മൻചാണ്ടിയെക്കുറിച്ച് നമുക്ക് ആലോചിക്കാനേ പറ്റില്ല. അദ്ദേഹത്തിന് രോഗം കലശലായപ്പോഴും അദ്ദേഹം നിയമസഭയിൽ കൃത്യമായി വരുമായിരുന്നു. അപ്പോഴും അദ്ദേഹം ചില കാര്യങ്ങളിലൊക്കെ ഇടപെടുമായിരുന്നു. പിന്നീട് അവശനായ ശേഷം മാത്രമാണ് അദ്ദേഹം നിയമസഭയിൽ വരാതായത്. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ 2 തവണ മന്ത്രിയായിട്ടുണ്ട്. ഞാൻ പൊതുമരാമത്ത് മന്ത്രിയായപ്പോഴും സാമൂഹ്യനീതി മന്ത്രിയായപ്പോഴും പഞ്ചായത്ത് മന്ത്രിയായപ്പോഴും ഒക്കെ അദ്ദേഹത്തിൻ്റെ ഒരു തണലിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ പിന്തുണയില്ലായിരുന്നുവെങ്കിൽ എനിക്ക് സത്യത്തിൽ ഈ വകുപ്പുകളൊന്നും ഇതുപോലെ കൈകാര്യം ചെയ്യാൻ പറ്റില്ല. കാരണം മുഖ്യമന്ത്രിയുടെ ഒരു മേൽനോട്ടം എല്ലാ കാര്യത്തിലുണ്ടായിരുന്നു. 600ഓളം കൊച്ചു കുട്ടികൾക്ക് ചെവി കേൾക്കാൻ, സംസാരിക്കാനും സാഹചര്യമൊരുക്കിയിട്ടുള്ള കോക്ലിയർ ഇംപ്ലാന്റേഷൻ, അത് അദ്ദേഹത്തിൻ്റെ കൂടി സ്വപ്നമായിരുന്നു. അത് സാക്ഷാത്കരിക്കാൻ വേണ്ടി ഞാൻ കൂടെ നിന്നു എന്നുള്ളത് മാത്രമാണ്. അങ്ങനെ ക്ഷേമകാര്യങ്ങൾ എന്തു എന്ന് വന്നു കഴിഞ്ഞാലും അതിൽ പ്രത്യേകമായിട്ടുള്ളൊരു ഇടപെടലാണ്. ഇപ്പോൾ ജനസമ്പർക്ക പരിപാടി നമുക്കാർക്കും അതുപോലെ സാധിക്കില്ല. അതിരാവിലെ നിൽക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ രാത്രി പാതിരയോളം അതേ നിൽപ്പ് നിൽക്കുകയും ഭക്ഷണം കഴിക്കാതെ വേറെ ഒന്നിനും ആളുകളുമായിട്ട് ഇടപഴകുക എന്നുള്ളതൊഴിച്ച് വേറെ ഒരു കാര്യത്തിലും ശ്രദ്ധിക്കാതെ അദ്ദേഹം ഒരു ആത്മസമർപ്പണത്തോടു കൂടിയാണ് ഓരോ ജനസമ്പർക്ക പരിപാടിയും നടത്തിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു രാഷ്ട്രീയത്തിനപ്പുറം ജനങ്ങളുടെ ഒരു സ്നേഹം അദ്ദേഹം ആർജിച്ചിട്ടുണ്ട്. അതിന് ഭരണപക്ഷമോ പ്രതിപക്ഷമോ കൂടാതെ എല്ലാവരെയും അദ്ദേഹം ഒരുപോലെ കണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ വിയോഗം എന്ന് പറയുന്നത് ഞങ്ങൾക്കൊന്നും ആലോചിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. കേരള രാഷ്ട്രീയത്തിന് ഒരു തീരാനഷ്ടമാണ്, കേരള സമൂഹത്തിന് തീരാനഷ്ടമാണ്. അദ്ദേഹം യാത്രകൾ ചെയ്യുമ്പോഴൊക്കെ തന്നെ നമുക്ക് കാണാം അദ്ദേഹത്തിൻ്റെ കയ്യിൽ കെട്ടുകണക്കിന് കടലാസുകളുണ്ടാകും. എവിടെയൊക്കെ അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് എവിടെ നിന്ന് അദ്ദേഹത്തിന് പെറ്റീഷൻ കിട്ടിയാലും അതിൻ്റെ മുകളിൽ, ആ പെറ്റീഷൻ്റെ മുകളിൽ തന്നെ ഉത്തരവിടുന്ന ഒരു മുഖ്യമന്ത്രി കൂടിയായിരുന്നു.